ഹരി ഓം. ദശകം 17, ശ്ലോകം 9. ദക്ഷസ്ഥോ ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സുസുതാം വ്യമാനീത്. പദങ്ങളെ പിരിച്ചു നോക്കാം. ദക്ഷഃ തു, ദക്ഷസ്തു, ധാതുഃ അതിലാളനയാ, രജഃ അന്ധഃ. ധാതുഃ അതിലാളനയാ, ധാതുരതിലാളനയാ, ധാതുഃ അതിലാളനയാ, ധാതുരതിലാളനയാ, രജഃ അന്ധഃ, രജോന്ധോ, രജഃ അന്ധഃ, രജോന്ധോ. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ ന അത്യാദൃതഃ ത്വയി ച കഷ്ടം അശാന്തിഃ ആസീത്. ന അത്യാദൃതഃ ത്വയി, നാത്യാദൃതസ്ത്വയി ച കഷ്ടം അശാന്തിഃ ആസീത്, കഷ്ടമശാന്തിരാസീത്. അവിടെ ആ വിസർഗം മാറിയിട്ട് രാ വരുന്നു, ആയും മാറുന്നു. അപ്പം രാസീത്, രാസീതെന്ന് വായിക്കരുത്, കഷ്ടമശാന്തിരാസീത്. നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത്. യേന വ്യരുന്ധ സഹ ഭവത് തനും ഏവ ശർവം. യേന വ്യരുന്ധ സ ഭവത്തനുമേവ ശർവം. ഭവത്തനുമേവ ശർവം, ഭവത് തനും ഏവ, അതാണ് ഭവത്തനുമേവ ശർവം. യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷസ്ഥോ ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സുസുതാം വ്യമാനീത്. ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ ദശകം നരനാരായണ ചരിതവും ദക്ഷയാഗവുമാണല്ലോ. അപ്പോൾ ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ നരനാരായണ ചരിതമാണ് കണ്ടത്. ഇനി അടുത്തത് ദക്ഷയാഗ ചരിതമാണ് നോക്കുന്നത്. ദക്ഷഃ തു ധാതുഃ അതിലാളനയാ രജോന്ധഃ. ദക്ഷഃ തു, ദക്ഷനാകട്ടെ, ധാതുഃ ബ്രഹ്മാവിൻ്റെ, അതിലാളനയാ രജോന്ധഃ അതിയായ ലാളന കൊണ്ട് ആ രാജസങ്ങളായ ക്രോധമത്സരാദികളിൽ വിവേകശൂന്യനായി. അപ്പം ആ ദക്ഷനെ ഈ ബ്രഹ്മാവ് അതിയായി ദക്ഷനെ അതിയായി ലാളിക്കുക കാരണം ആ രാജസ ഗുണങ്ങൾ കൊണ്ട് അന്ധനായി തീർന്നു. എന്ന് വെച്ചാൽ കണ്ണ് കാണാൻ വയ്യാത്തവനായി തീർന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രോധ മത്സരാദികളിലൊക്കെ കൂടുതൽ ക്രോധ മത്സരാദികളൊക്കെ കൂടിയിട്ട് ആ വിവേകശൂന്യനായിട്ട് തീർന്നു. നാത്യാദൃതഃ ത്വയി ച അശാന്തിഃ ആസീത് കഷ്ടം. ആ ബ്രഹ്മാവിനാൽ ആ പരിത്യക്തനായി നിന്തിരുവടിയിൽ പോലും വിനയരഹിതനായി തീർന്നു. കഷ്ടം, കഷ്ടം. അപ്പോൾ ഇതാരാ പറയുന്നത്? ആ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ആ ബ്രഹ്മാവിനാൽ പരിത്യക്തനായി നിന്തിരുവടിയിൽ പോലും, എന്ന് വെച്ചാൽ ആ ഭഗവാനിൽ പോലും വിനയരഹിതനായി തീർന്നു. അയ്യോ കഷ്ടം, കഷ്ടം. അതാണ് നാത്യാദൃതഃ ത്വയി ച അശാന്തിഃ ആസീത് യേന സഹ ഭവതനും ഏവ ശർവം വ്യരുന്ധ. യേന സഹ, ആ ഈ അവിനയം കൊണ്ട്, എന്ന് വെച്ചാൽ ഈ വിനയമില്ലായ്മ കൊണ്ട് ഭവത്തനും ഏവ,
ആ ഭഗവാന്റെ തന്നെ മൂർത്തിയായ ശിവനെ ദക്ഷൻ ദ്വേഷിച്ചു. അതാണ് പറയുന്നത്, ഈ അഭിനയം കൊണ്ട് ദക്ഷൻ അവിടുത്തെ തന്നെ മൂർത്തിയായ ശിവനെ ദ്വേഷിച്ചു. ഏന സഹ ഭവത്തനും ഏവ ശർവം വരുന്ധ വൈരപിശുനെ യജ്ഞെ സുസുതാം വ്യമാനീത് ച. ആ ശിവനോടുള്ള വിരോധം സൂചിപ്പിക്കുന്ന യാഗത്തിൽ വെച്ച് തൻ്റെ മകളെ അപമാനിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ഈ ദക്ഷനെ ഈ പ്രജാപതിമാരുടെ അധിപതിയാക്കി നിശ്ചയിച്ചതാണ് ബ്രഹ്മാവ് ചെയ്ത ആ അതിലാളന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു എല്ലാത്തിൻ്റെയും ലീഡറാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണമല്ലോ. അപ്പം ദക്ഷൻ്റെ അതിയായ ലാളന കാരണം ആണ് ഈ അധിപതിയാക്കി നിശ്ചയിച്ചത്. അപ്പോൾ ദക്ഷന് അഹങ്കാരത്തിൻ്റെ ഒരു മൂർത്തീഭാവമായി തീർന്നു. അപ്പോൾ ഈ ദക്ഷയാഗത്തിൻ്റെ ഒരു കഥ ഞാൻ പെട്ടെന്നൊന്ന് ചുരുക്കി പറയാമത്. അപ്പോൾ ഈ ഒരിക്കൽ ഈ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ഈ ദക്ഷപ്രജാപതി കടന്നു വരുന്നു. അപ്പോൾ ബ്രഹ്മാവും ശിവനും ഒഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് സ്വന്തം ദക്ഷൻ്റെ അച്ഛനാണല്ലോ ബ്രഹ്മാവ്. അപ്പം ശിവനാണെങ്കിലോ ശിവൻ മരുമകനാണ്. ദക്ഷൻ്റെ മകളായ സതിയുടെ ഭർത്താവാണ് ശിവൻ. അപ്പം ശിവൻ വാസ്തവത്തിൽ മരുമകനായതുകൊണ്ട് എഴുന്നേക്കേണ്ടതാണ്. എന്നാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഒരേ സ്റ്റേറ്റസിലുള്ളവരാണല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ശിവൻ എന്താണേലും ശിവൻ എണീറ്റില്ല. അപ്പോൾ ഈ ദക്ഷന് ഈ തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ച് പോയി സദസ്സിലിരുന്നു. അപ്പോൾ തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ടിട്ട് ആ എഴുന്നേക്കാത്തതിൽ ദക്ഷന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്നിട്ട് സദസ്സിൽ വെച്ച് തന്നെ ശിവനെ അങ്ങ് വല്ലാണ്ട് അധിക്ഷേപിച്ചു. ശിവന് ഹവിർഭാഗം കൊടുക്കാതെ ഒരു യജ്ഞം നടത്താനൊക്കെ അങ്ങ് തീരുമാനിച്ചു. അതിനുവേണ്ടി പുറപ്പെടുകയും ചെയ്തു. ഈ മകളായ സതിയെ ദക്ഷൻ ഈ യാഗത്തിൻ്റെ വിവരമൊന്നും അറിയിക്കുക പോലും ചെയ്തില്ല. അപ്പോൾ ഈ ദക്ഷയാഗത്തെപ്പറ്റി കേട്ടറിയുമല്ലോ എന്താണല്ലോ. അങ്ങനെ കേട്ടറിഞ്ഞ സതി പരമേശ്വരൻ്റെ ഉപദേശം ഒന്നും മാനിക്കാതെ യാഗത്തിന് പുറപ്പെട്ടു. ശിവനെന്നാ ആദ്യമേ പറഞ്ഞതാണ്, ഈ ക്ഷണിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകരുത്, അതിൻ്റെ ആവശ്യമില്ല, എന്നെ അവമാനിച്ചതാണ്, അതുകൊണ്ട് നീ പോകരുതെന്ന് പറഞ്ഞിട്ട് സതി കേൾക്കാതെ എൻ്റെ വീട് തന്നെയല്ലേ, എൻ്റെ അച്ഛൻ്റെ അടുക്കലോട്ടല്ലേ പോകുന്നതെന്നുള്ള രീതിക്ക് ശിവൻ പറയുന്നത് കേൾക്കാണ്ട് പുറപ്പെട്ടു. അപ്പോൾ യാഗത്തിൽ വെച്ച് സ്വന്തം പിതാവിനാൽ തന്നെ അവമാനിതയാവുകയും ചെയ്തു. എന്നിട്ട് അതുകൊണ്ട് ആ സങ്കടം സഹിക്കാൻ വയ്യാതെ യാഗാഗ്നിയിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത് സതീദേവി. എന്നിട്ട് പിന്നെ ഈ വിവരമൊക്കെ അറിഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടുകൂടി ശിവൻ വന്ന് തൻ്റെ ആ ജടയൊക്കെ പറിച്ച് നിലത്തടിച്ച്, പിന്നെ അതിൽ നിന്നും ആ ഭദ്രനും ഭദ്രകാളിയും ഉണ്ടായി എന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും കൂടെ, ഈ ഭദ്രനും ഭദ്രകാളിയും കൂടെ ചേർന്ന് ആ യാഗശാലയിൽ വന്നിട്ട് അവിടെ മൊത്തം നശിപ്പിച്ച് കുളം തോണ്ടി. എന്നിട്ടോ ആ ദക്ഷൻ്റെ കഴുത്ത് വെട്ടി മുറിച്ചു. പിന്നെ ലോകമാകെ യാതൊരു ബോധവുമില്ലാതായി. ജട അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഈ രണ്ട് പേരല്ലേ അതിനകത്തുനിന്ന് വന്നത്, ഭദ്രനും ഭദ്രകാളിയല്ലേ വന്നത്. അവർക്ക് പിന്നെ യാതൊരു ബോധവുമില്ല. അവർ സകലതും നശിപ്പിക്കാൻ തുടങ്ങി, നശിപ്പിച്ച് ലോകമാകെ നശിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് അത് കണ്ടിട്ട് ബ്രഹ്മാദികൾക്കൊക്കെ ഭയങ്കര ഭയമായി. എന്നിട്ട് ശിവനെ തന്നെ അഭയം പ്രാപിക്കേണ്ടി വന്നു. ശിവനെ അഭയം പ്രാപിച്ചു. ശിവൻ അവസാനം പ്രസന്നനായി. ആ വീരഭദ്ര കാളിമാരുടെ അക്രമങ്ങളും ഒക്കെ അവസാനിച്ചു. പിന്നെ എന്നിട്ട് ആ ദക്ഷനെ ജീവിപ്പിക്കാനായിട്ട് തല വെട്ടിക്കളഞ്ഞല്ലോ. അപ്പോൾ തല കിട്ടാഞ്ഞിട്ട് ഒരു ആടിൻ്റെ തല ചേർത്ത് വെച്ച് ശിവൻ ദക്ഷനെ ജീവിപ്പിച്ചു. എന്നിട്ട് അപ്പോഴത്തേനും അഹങ്കാരമൊക്കെ ശമിച്ച് ദക്ഷൻ തൻ്റെ യാഗം മുഴുപ്പിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദക്ഷൻ്റെ അഹങ്കാര വിദ്വേഷങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ ആ പ്രജാപതിമാരുടെ അധിപതിയായിരിക്കാനായിട്ട് യോഗ്യനാക്കി തീർക്കുകയും ചെയ്തു ഭഗവാൻ. അതാണ് കഥ. ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്ധോ നാത്യാധൃതസ്ത്വൈ ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ സഭവത്തനുമേവ സർവം
യജ്ഞേജ വൈരപിശുനെ സുസുതാം വ്യമാനീത്.